ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 357. കമ്പനിയിലേക്ക് മടങ്ങിയെത്തിയ സിദ്ധാർത്ഥ് ഉടനെ തന്നെ തൻ്റെ ജോലി തിരക്കിലേക്ക് പോയി. സിദ്ധാർത്ഥിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ നീലിമ അവളുടെ ഓഫീസിലേക്കും പോയി. നീലിമ അവളുടെ ഓഫീസിലെത്തിയപ്പോൾ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന വിനയ് ഭാസ്കറിനെ കണ്ടു. ഹലോ സർ, ഗുഡ് മോർണിംഗ്, അവൾ അഭിവാദ്യം ചെയ്തു. നീലിമ നല്ല രീതിയിൽ ക്ഷീണിതയാണെന്ന് വിനയ് ഭാസ്കർ ആശങ്കയോടെ ശ്രദ്ധിച്ചു. നീ ഓക്കെയാണോ? ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയില്ലേ? അവൻ ആശങ്കയോടെ ചോദിച്ചു. ഒരു ബോസ് എന്ന നിലയിൽ തൻ്റെ കീഴുദ്യോഗസ്ഥയുടെ ക്ഷേമത്തിൽ അവൻ സാധാരണയായി കൂടുതൽ ശ്രദ്ധ കാണിക്കാറില്ല. അവളോട് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക അവൻ പ്രകടിപ്പിക്കുന്നത് തന്നെ നീലിമ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതവളെ ചെറുതായി ഒന്ന് അത്ഭുതപ്പെടുത്തി. നീലിമ ഒന്ന് പുഞ്ചിരിച്ചു. കുഴപ്പമൊന്നുമില്ല സർ, അല്പം ക്ഷീണമുണ്ട്, എങ്കിലും ഇന്നലെ നന്നായി തന്നെ ഉറങ്ങി. ക്ഷീണം കൊണ്ട് നിങ്ങൾക്ക് കൂടെയുള്ളതുപോലെ തോന്നുന്നുണ്ടായിരിക്കാം, അവൾ പറഞ്ഞു. പക്ഷേ വിനയ് ഭാസ്കർ അത് വിശ്വസിച്ചില്ല. അയാൾ വളരെ രൂക്ഷമായി നോക്കി. പക്ഷേ അവൻ മറ്റൊന്നും പറയാതെ ഓഫീസിലേക്ക് മടങ്ങി. സിദ്ധാർത്ഥ് അവന് ചെയ്തു തീർക്കാൻ നിരവധി പുതിയ ജോലികൾ നൽകി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിനയ് ഭാസ്കറിന് സമയം വളരെയധികം കുറവായിരുന്നു. നിർമ്മാണ സൈറ്റിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിൽ നീലിമ ആരും അറിയാതെ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ അതിൽ ഇതുവരെ യാതൊരുവിധ പുരോഗതിയും സംഭവിച്ചില്ലെന്ന കാര്യം അവളെ നിരാശപ്പെടുത്തി. പക്ഷേ അന്ന് രാവിലെ നീലിമയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു വാർത്ത കേട്ടു. ഡെവലപ്പർമാരുടെ വക്കീലായ ഗൗരി വർമ്മ ചില കാരണങ്ങളാൽ ആ കേസ് ഉപേക്ഷിച്ചതായിരുന്നു എന്ന വാർത്ത. ഈ വാർത്ത കേട്ട് നീലിമ ആദ്യം അമ്പരന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇതിനു പിന്നിൽ ഭൈരവുണ്ടോ എന്ന് അവൾ സംശയിച്ചു. ഗൗരി വർമ്മയെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഭൈരവ് ആരും അറിയാതെ ചെയ്യുമെന്ന് കരുതി അവൾ സമാധാനിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടായിരിക്കാം അവൾ പിന്മാറിയിരിക്കുക. അല്ലാതെ അവൾ അങ്ങനെ പിന്മാറുന്ന പ്രകൃതക്കാരിയല്ല. നീലിമ ഇത് മനസ്സിലാക്കിയപ്പോൾ അവളുടെ വികാരങ്ങൾ ഉടനെ തന്നെ സങ്കീർണമായി. അവൾ നന്ദി അറിയിക്കാനായി ഭൈരവിനെ വിളിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ സിദ്ധാർത്ഥ് കോളിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തെറ്റിദ്ധരിക്കുമെന്ന് അവൾ പെട്ടെന്ന് തന്നെ ചിന്തിച്ചു. കൂടാതെ കഴിഞ്ഞ ദിവസം ഭൈരവ് അവളോട് സംസാരിച്ച കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ അവൾക്ക് അവനെ വിളിക്കാൻ തോന്നിയില്ല. ഈ കാര്യങ്ങൾ മനസ്സിൽ നിന്നും മാറ്റാൻ അവൾ ആഗ്രഹിച്ചു. അവൾക്ക് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. തൻ്റെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞിട്ടാണ് അവൾ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ നടക്കുന്നത്. അത് അവളുടെ സ്വസ്ഥത കൂടുതൽ കളയുമെന്നല്ലാതെ പുതുതായി ഒന്നും തന്നെ നേടിക്കൊടുത്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടി അലഞ്ഞ് സ്വന്തം ജീവിതം കളയാനും അവൾ തയ്യാറായിരുന്നില്ല. ഗൗരി വർമ്മയെ പോലൊരാൾ ഈ കേസിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ട് തന്നെ പുതിയ വക്കീൽ ഉടനെ എത്തും. ഗൗരി വർമ്മയെ പോലൊരാൾ ഈ കേസിൽ നിന്നും ഒഴിഞ്ഞതുകൊണ്ട് പുതിയൊരു വക്കീൽ ഉടനെ എത്തും. സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയില്ലെന്ന് നീലിമ കരുതി. അതാലോചിച്ചപ്പോൾ നീലിമയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. തന്നാൽ കഴിയാവുന്ന വിധത്തിൽ ആ പാവപ്പെട്ട തൊഴിലാളികളെ ഈ ദുരനുഭവത്തിൽ നിന്നും കരകയറ്റാനുള്ള വഴികൾ ആലോചിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. തൊഴിലാളികളുമായി ഒരു സംഭാഷണത്തിനായി നിർമ്മാണ സ്ഥലത്തേക്ക് പോവാൻ അവൾ തീരുമാനിച്ചു. അവൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് താഴേക്കിറങ്ങി. നീലിമ ഈ പ്രശ്നത്തിൽ ഇടപെട്ടതിന് ശേഷം തൊഴിലാളികളെല്ലാം ഡെവലപ്പർമാരോട് വളരെ മോശമായിട്ട് മാത്രമാണ് പെരുമാറാറുള്ളത്. അതുകൊണ്ട് തന്നെ ഡെവലപ്പർമാരുടെ കണ്ണിലെ കരടായി നീലിമ പതിയെ മാറി. തൊഴിലാളികൾ അവർക്കെതിരെ തിരിയുന്നത് നീലിമ കാരണമാണെന്ന് ഡെവലപ്പർമാരെല്ലാം തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അവൾ നിർമ്മാണ സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഒരു വാൻ അവളുടെ അരികിലേക്ക് വന്നു നിന്നു. സെക്യൂരിറ്റിയെ പോലെ തോന്നിക്കുന്ന രണ്ടാളുകൾ പുറത്തേക്കിറങ്ങി. അവരിലൊരാൾ നീലിമയെ അടിമുടി നോക്കി. നിങ്ങൾ നീലിമയാണോ? അയാൾ ചോദിച്ചു. അതെ, ഞാനാണ് നീലിമ. അവൾ അത് പറഞ്ഞപ്പോൾ അവരിലൊരാൾ പറഞ്ഞു, ഞങ്ങളുടെ ബോസിന് നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ? അയാൾ ചോദിച്ചത് കേട്ട് നീലിമ ആകെ വല്ലാതായി. കാരണം അത്തരമൊരു ആളുകളെക്കുറിച്ച് അവൾ മുൻപ് കേട്ടിട്ടേയില്ല. അവർ പറയുന്ന ബോസ് ആരാണെന്നറിയാതെ അവൾ അമ്പരന്ന് നിന്നു. എനിക്ക് നിങ്ങളുടെ ബോസിനെ അറിയില്ല. ദയവായി എൻ്റെ വഴിയിൽ നിന്നും മാറി നിൽക്കൂ, നീലിമ പറഞ്ഞു. മുൻപ് പലപ്പോഴും അവളെ പലരും തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ നീലിമ വളരെയധികം കരുതലോടെയാണ് അവരോട് അടുത്തു നിന്നിരുന്നത്. ഞങ്ങളുടെ ബോസ് ഡെവലപ്പേഴ്സ് ഗ്രൂപ്പിലെ ഒരാളാണ്. ബോസിന് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. നിങ്ങളോട് അല്പം സംസാരിക്കണമെന്നുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വരാമോ? മറ്റേയാൾ വീണ്ടും സൗമ്യമായി തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമക്ക് ഡെവലപ്പറോട് നേരിട്ട് സംസാരിച്ചാൽ ഈ പ്രശ്നം തീരുമോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ അവൾ ചിന്തിച്ചു നിന്നപ്പോൾ സെക്യൂരിറ്റിയിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല. അയാൾ അത് പറഞ്ഞു തീർന്നപ്പോൾ നീലിമ അവനെ തന്നെ നോക്കി.
അവൻ നീലിമയോട് വാനിൽ കയറാൻ ആംഗ്യം കാണിച്ചു. അവരുടെ വണ്ടിയിൽ പ്രവേശിക്കുന്നതിനു മുൻപ് നീലിമ ഒരു നിമിഷമൊന്ന് മടിച്ചു. അവൾക്ക് ഡെവലപ്പേഴ്സ് ഗ്രൂപ്പുമായി നേരത്തെ തന്നെ പരിചയമുണ്ട്. ആ കമ്പനിയാണ് തൊഴിലാളികളുമായുള്ള തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവർ എന്തിനാണ് തന്നെ കാണാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അവൾ പോവാൻ തന്നെ തീരുമാനിച്ചു. ഡെവലപ്പേഴ്സ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ കെട്ടിടത്തിന് മുന്നിൽ വാൻ നിന്നു. ആദ്യമായാണ് നീലിമ അവിടെ എത്തുന്നത്. ലാബിലെ അലങ്കാരങ്ങൾ അങ്ങേയറ്റം ആഡംബരപൂർണമായിരുന്നു. ഈ ധനികൻ നിർമ്മാണ സ്ഥലത്തെ പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്ത രീതികളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നീലിമക്ക് കൂടുതൽ ദേഷ്യം തോന്നി. നൂറുകണക്കിന് തൊഴിലാളികളുടെ ഒരു വർഷത്തേക്കുള്ള ശമ്പളത്തിന്റെ വിലയിലുള്ളതായിരുന്നു ഇവിടുത്തെ മിന്നിമറിയുന്ന അലങ്കാരങ്ങൾ എന്നോർക്കുന്തോറും അവൾക്ക് എല്ലാവരോടും പുച്ഛം തോന്നി. ഈ ഡെവലപ്പർമാർ ഉറപ്പായും സ്വാർത്ഥരും ലാഭത്തിൽ മാത്രം താല്പര്യമുള്ളവരുമായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. ഒപ്പം വന്ന ആളുകൾ നീലിമയെ ലിഫ്റ്റിൽ കയറ്റി മുകളിലത്തെ നിലയിലുള്ള ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവർ അകത്തേക്ക് പോയി. സർ, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച വ്യക്തി ഇതാ, നീലിമയുടെ കൂടെ വന്ന ആള് പറഞ്ഞു. അപ്പോൾ ഒരാൾ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി തന്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ നീലിമയോട് അല്പം സംസാരിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് നീലിമയെ അകത്തേക്ക് ക്ഷണിച്ചു. മടിച്ചാണ് ആ ഓഫീസിലേക്ക് നീലിമ കയറി ചെന്നത്. മുന്നിലിരിക്കുന്ന ആൾ അവളെ ഒരു കസേര കാണിച്ചു ഇരിക്കാൻ ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ പേര് ജഗൻ വർമ്മ, ഈ ഗ്രൂപ്പിന്റെ മെയിൻ ആള് ഞാനാണ്. നീലിമ അയാളുടെ പേര് കേട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അയാളുടെ ഉദ്ദേശങ്ങൾ അവൾ ഊഹിച്ചിരുന്നു. പക്ഷേ ഈ മനുഷ്യനുമായി വളരെയധികം നേരം സംസാരിക്കാനൊന്നും അവൾ ആഗ്രഹിച്ചില്ല. ജഗൻ വർമ്മ തിരിഞ്ഞ് നീലിമയെ നോക്കി പുഞ്ചിരിച്ചു. നീലിമ, നീ വളരെ മിടുക്കിയാണെന്ന് എനിക്കറിയാം. പക്ഷേ നിനക്ക് പരിഹരിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളും നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം ഓരോ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടാൻ. ജഗൻ വർമ്മ പറഞ്ഞു. അയാളുടെ സംസാരത്തിൽ ഒരു മുന്നറിയിപ്പിന്റെ ധ്വനി ഉണ്ടായിരുന്നു. എന്നാൽ നീലിമ ഭയത്തിന്റെ ഒരു ലാഞ്ചന പോലും കാണിച്ചില്ല. അവൾ അവനെ നോക്കി. എനിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നീതി എന്താണെന്നും മനസാക്ഷി എന്താണെന്നും എനിക്കറിയാം. പാവപ്പെട്ട തൊഴിലാളികളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഇതൊക്കെ പറഞ്ഞിരുന്നതെങ്കിൽ അല്പം കാര്യമുണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെയൊന്നുമല്ലല്ലോ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അവർക്ക് നീതി ലഭിക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. അവൾ പറഞ്ഞത് കേട്ട് ജഗൻ വർമ്മ ചിരിച്ചു. അവന്റെ മുഖത്ത് നല്ല പുച്ഛം പ്രകടമായിരുന്നു. അവൻ നീലിമയെ നോക്കി. നീലിമ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടരുത്. നീ വിചാരിക്കുന്നത് പോലെ എളുപ്പം പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. വെറുതെ എന്തിനാ നിന്റെ ജീവിതം നീയായിട്ട് പാഴാക്കി കളയുന്നത്? സ്വന്തം കാര്യം നോക്കി പോവാൻ നോക്കു കുട്ടി, ജഗൻ വർമ്മ പറഞ്ഞു. തന്റെ വാക്കുകൾ കേട്ട് നീലിമ ഒരു പേടിയും കാണിക്കുന്നില്ലെന്ന് അയാൾ കണ്ടു. അയാൾക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം തോന്നി. അവൻ നീലിമയെ നോക്കി ഭീഷണിയോടെ പറഞ്ഞു, നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് നൽകുന്നതായി കൂട്ടിയാ മതി. ഈ കാര്യത്തിൽ ഇടപെടുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെട്ടു പോവാം. അതല്ല എങ്കിൽ ഞാൻ ഇനി ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുന്നത്, ജഗൻ വർമ്മ പതുക്കെ പറഞ്ഞു. നീലിമ ചിരിച്ചു. ഉറച്ചതും വഴങ്ങാത്തതുമായ സ്വരത്തിൽ അവൾ സംസാരിച്ചു. എനിക്ക് താങ്കളെ പേടിയില്ല. ഞാൻ തൊഴിലാളികളുടെ കൂടെ തന്നെ ഇനിയും തുടരും. അവരെ സഹായിക്കും. ഏത് സാഹചര്യവും മുതലെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ പോലുള്ള ലാഭം മാത്രം നോക്കുന്ന മുതലാളിമാർ തീർച്ചയായും പരാജയപ്പെടും. ആ കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. അവൾ പറഞ്ഞത് കേട്ട് ജഗൻ വർമ്മ കോപം കൊണ്ട് വിറച്ചു. നിനക്ക് ഇത്ര ധൈര്യമോ? നിനക്കെന്താ ജീവിതം അടുത്തോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? കോപം അടക്കി പിടിച്ചുകൊണ്ട് തന്നെ ജഗൻ വർമ്മ ചോദിച്ചു. നീലിമ ഒട്ടും കുറയാതെ ദൃഢനിശ്ചയത്തോടെ അവനെ നോക്കിയിരുന്നു. എന്നെ വെറുപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം നീലിമ, പിന്നീട് നീ പശ്ചാത്താപിക്കേണ്ടി വരും നിനക്ക്, ജഗൻ വർമ്മ പറഞ്ഞു. നീലിമ അയാളെ നോക്കി പുച്ഛത്തോടെ എന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി നടന്നു. അവൾ തന്നെ വില വെക്കാതെ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ജഗൻ വർമ്മക്ക് ദേഷ്യം കൊണ്ട് വിറച്ചു. അയാൾ അവളോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു. താൻ ആരാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അയാളുടെ മനസ്സിൽ തോന്നി. ഇതേ സമയം പുറത്തേക്ക് ഇറങ്ങിയ നീലിമ ടാക്സിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അയാൾക്ക് പരിചയമുള്ള ഒരു പെണ്ണ് അതിലൂടെ നടന്നു പോകുന്നത് നീലിമ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ നീലിമ ആളെ തിരിച്ചറിഞ്ഞു. അത് ലാവണ്യായിരുന്നു. ലാവണ്യെ പ്രതീക്ഷിക്കാതെ ആ ഓഫീസിൽ കണ്ടപ്പോൾ അവൾക്കാകെ ആശയക്കുഴപ്പമായി. ലാവണ്യ എന്തിനാണ് അവിടെ വന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ലാവണ്യ നീലിമയെ അല്പനേരം നിരീക്ഷിച്ചിരുന്നു. അവൾ ജഗന്റെ കമ്പനിയിലെ ഓഫീസിലേക്ക് കയറി പോകുന്നത് കണ്ടപ്പോൾ നീലിമയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങാത്ത ലാവണ്യ എന്തിനാണ് ആ ഓഫീസിൽ വന്നതെന്ന് നീലിമ ചിന്തിച്ചു. ആ ഓഫീസിലെ ഡെവലപ്പർമാരുമായിട്ട് അവൾക്ക് എന്താണ് ബന്ധമെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി. അവൾ കുറച്ചു സമയം കൂടി ലാവണ്യ പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തുനിന്നു. അതേസമയം ലാവണ്യ ഓഫീസിലേക്ക് കയറി ചെന്നപ്പോൾ ജഗൻ വർമ്മ തന്റെ ഓഫീസിൽ ഒറ്റക്കായിരുന്നു. ലാവണ്യയെ കണ്ടപ്പോൾ അയാൾ അവളെ അരികിലേക്ക് വിളിച്ചു. ലാവണ്യ ഭയപ്പെട്ട് അകത്തേക്ക് നടന്നു. ജഗൻ അവളെ കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല.
അയാൾ കൈനീട്ടി ലാവണ്യെ തന്നിലേക്ക് ചേർക്കാൻ ശ്രമിച്ചു. എന്താ ലാവണ്യ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ചോദിച്ചു. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ച് കുറച്ച് ടെൻഷനായി. ജഗൻ സോഫയിൽ അലസമായിരുന്നു. എന്താ നിനക്കിത്ര ചിന്തിക്കാനേ? അവൻ ചോദിച്ചു. നീലിമയെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ കേട്ടു. നിങ്ങൾ എന്താ സംസാരിച്ചത്? നീലിമ ഇവിടെ എത്തിയ വിവരമറിഞ്ഞ് ഉടനെ തന്നെ ലാവണ്യ ഓടി വന്നതായിരുന്നു. അതോർത്തപ്പോൾ അയാൾക്ക് അതിശയം തോന്നി. അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേയുള്ളൂ. നീ അവളെ കണ്ടില്ലേ? അയാൾ ചോദിച്ചു. അന്നേരം ലാവണ്യ ഇല്ലെന്ന് തലയാട്ടി. ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്നാലും നീ എന്തിനാ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അവൾ സിദ്ധാർത്ഥിനോട് എല്ലാം പറയുമെന്ന് നിനക്ക് ഭയമില്ലേ? അവൾ ചോദിച്ചു. ഞാൻ അവനെ ഭയപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ലാവണ്യ? അയാളുടെ മുഖം കോപം കൊണ്ട് വിറച്ചു. അത് കണ്ടപ്പോൾ ലാവണ്യ അവനെ തടുക്കാൻ പറഞ്ഞു. ഡിയർ, നീ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവൾ പറഞ്ഞു നിർത്തി. അയാൾ അപ്പോൾ ഒരു സിഗരറ്റ് കത്തിച്ചു. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരാവേശത്തിന്റെ പുറത്ത് അയാൾ അവളെ അങ്ങ് പിടിച്ചു ചുംബിച്ചു. അവൾ അസ്വസ്ഥയായിരുന്നു. എങ്കിലും അയാളെ തള്ളിമാറ്റാനൊന്നും അവൾ മുതിർന്നില്ല. തന്റെ ലക്ഷ്യത്തിനായി അയാൾ പറയുന്ന എന്തും തന്നെ അവൾ അനുസരിക്കുമായിരുന്നു. പക്ഷേ അവളുടെ മുഖത്തെ ഭാവമാറ്റം മറ്റും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്തുകൊണ്ടോ അയാൾക്ക് നീലിമയുടെ മുഖം ഓർമ്മ വന്നു. അവളെപ്പോലെ സുന്ദരിയായൊരു സ്ത്രീയെ സിദ്ധാർത്ഥ സ്നേഹിച്ചതിൽ അത്ഭുതമില്ലെന്ന് അപ്പോൾ അയാൾക്ക് തോന്നി. സുന്ദരി മാത്രമല്ല, മാന്യതയുള്ള പെണ്ണും കൂടിയാണ് നീലിമ എന്ന് അയാൾക്കറിയാമായിരുന്നു. ഇതേ സമയം ലാവണ്യയെ കാത്തുനിന്ന് മടുത്ത് നീലിമ തന്റെ ഓഫീസിലേക്ക് മടങ്ങി. അവൾ ഓഫീസിലെത്തിയപ്പോൾ തന്നെ വിനയ് ഭാസ്കർ അവളെ തന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീ ഇന്ന് ഡെവലപ്പേഴ്സിനെ കാണാൻ പോയിരുന്നു എന്ന് കേട്ടല്ലോ. അവർ എന്താ നിന്നോട് പറഞ്ഞത്? അയാൾ ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. നന്നായി ഒന്ന് ഭീഷണിപ്പെടുത്തി. അവൾ വളരെ നിസ്സാരമട്ടിൽ തന്നെ പറഞ്ഞു. അപ്പോൾ വിനയ് ഭാസ്കർ അത്ഭുതത്തോട് ചോദിച്ചു, നിനക്ക് അവളോട് സംസാരിച്ചപ്പോൾ പേടിയൊന്നും തോന്നിയില്ലേ? അവന്റെ ആശങ്കയോടെയുള്ള ആ ഒരു ചോദ്യം കേട്ടപ്പോൾ നീലിമ ഒന്നും പറയാതെ അവനെ നോക്കി. സത്യത്തിൽ നീലിമക്ക് ഒരു പേടിയും തോന്നിയിരുന്നില്ല. നീലിമയാണെങ്കിൽ ഉറച്ച തീരുമാനത്തിലായിരുന്നു. അങ്ങനെ നീലിമ ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച തീരുമാനത്തോടെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.